ഇന്ത്യയും അമേരിക്കയും പാക് സിലിക്ക പ്രഖ്യാപനം ഒപ്പുവെച്ചു. നിർമ്മിത ബുദ്ധി സെമി കണ്ടക്ടർ ഉൽപാദന രംഗത്ത് US നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ നാറ്റോ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് പാക് സിലിക്ക. ഇലക്ട്രോണിക്സ് IT വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ്, US സാമ്പത്തിക കാര്യ അണ്ടർ സെക്രട്ടറി ജേക്കബ് ഹെൽബർഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ധാരണ ഒപ്പുവെച്ചത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, സുപ്രധാനമായ ഒരു ധാരണയിലാണിപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ കൂടി. സുരേഷ്, തീർച്ചയായും ഏറ്റവും സുപ്രധാനമായ ഒരു ധാരണയാണ് ഭാരതവും US-ഉം തമ്മിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. US നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പാക് സിലിക്ക എന്ന് പറയുന്ന ഒരു കൺസോർഷ്യം എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാവുന്ന ഒരു സംവിധാനമാണിത്. ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് ഈ സെമി കണ്ടക്ടറുകളും അതുപോലെ തന്നെ അത്യാധുനിക ഇലക്ട്രോണിക് കോമ്പോണൻസ് നിർമ്മാണ രംഗത്തും ആ കോമ്പോണൻറ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടി, സെമി കണ്ടക്ടർ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വേണ്ടി കാര്യമായ ഇടപെടൽ നടത്തുന്ന, റിസോഴ്സസ് ഇടപെടൽ നടത്തുന്ന, അതായത് ഈ അപൂർവ ധാതുക്കളുടെ ലഭ്യത സംബന്ധിച്ചുള്ള ധാരണകളും അതുപോലെ തന്നെ അതിൻ്റെ തടസ്സമില്ലാത്ത ലഭ്യതയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്, പാക് സിലിക്ക എന്ന സംവിധാനം പ്രവർത്തിക്കുന്നത്. ഈ സംവിധാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും ഈ അപൂർവ ധാതുക്കൾ, അതായത് അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഈ സെമി കണ്ടക്ടർ പോലുള്ള ആധുനിക ഇലക്ട്രോണിക് കോമ്പോണൻറ്റുകൾ നിർമ്മിക്കുന്ന രാജ്യങ്ങൾക്ക് ലഭ്യമാവുകയും അതുപോലെ തന്നെ അതിൻ്റെ പുതിയ സാങ്കേതിക വിദ്യകൾ, അതിൻ്റെ നിർമ്മാണ സാങ്കേതിക വിദ്യകളും അത് സംബന്ധിച്ച ആധുനികമായ സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും പരസ്പരം കൈമാറുകയും അതിൽ ധാരണകൾ എത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണിത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, സ്വാഭാവികമായും ഈ നിർമ്മിത ബുദ്ധി രംഗത്തും അതുപോലെ തന്നെ ഈ സെമി കണ്ടക്ടർ രംഗത്തുമെല്ലാം വലിയൊരു മുന്നേറ്റം ചൈന നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ കൃത്യമായും പ്രതിരോധിക്കാനുള്ളൊരു നീക്കമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി, അതായത് ഭാരതത്തിലുള്ള അപൂർവ ധാതുക്കളുടെയും അതുപോലെ തന്നെ ലോകം മുഴുവനുള്ള അപൂർവ ധാതുക്കളെ കൃത്യമായി കണ്ടെത്തി അത് കൃത്യമായി പ്രയോജനപ്പെടുത്താനും അതിൻ്റെ സാങ്കേതികവിദ്യ, നിർമ്മാണ രംഗത്തുള്ള സാങ്കേതികവിദ്യ, ഫാക്ടറി സാങ്കേതികവിദ്യ, അതുപോലെ തന്നെ ആ ഉൽപ്പന്നങ്ങളുടെ സാങ്കേതികവിദ്യ ഇവയെല്ലാം സംബന്ധിച്ച ഗവേഷണങ്ങളും സാങ്കേതിക വിവരങ്ങളും കൈമാറുന്നതിനും അത്തരത്തിൽ കൈമാറിയ വിവരങ്ങൾ ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്നതിനുമുള്ള ധാരണകൾ ഒപ്പുവയ്ക്കുക എന്നതാണ് ഈ പാക് സിലിക്ക എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പ്രധാനമായ ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി ഭാരതവും മാറുമ്പോൾ നമുക്കറിയാവുന്നതാണ്, സെമി കണ്ടക്ടർ രംഗത്ത് വൻ മുന്നേറ്റത്തിന് ശ്രമിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. അതുപോലെ തന്നെ മറ്റ് പല രംഗങ്ങളിലും കാര്യമായ ഇടപെടൽ, 21ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും നിർണായകമായ സാങ്കേതിക വിദ്യ എന്ന നിലയിൽ ഡിജിറ്റൽ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടർ രംഗത്ത് കാര്യമായ ഇടപെടൽ നടത്താനുള്ളൊരു സാധ്യത തുറക്കുന്നതിൻ്റെ കൂടി ഭാഗമായാണ് ഈ സംവിധാനത്തിൻ്റെ, അതായത് പാക് സിലിക്കയുടെ ഭാഗമാകുന്നത് ഭാരതം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ്, സുപ്രധാനമായ ധാരണയിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഐസൻ ജോസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ.